ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്ലൈവുഡ് ഇൻഡസ്ട്രി ആയിട്ടുള്ള പെരുമ്പാവൂരിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, ഒരു പ്രമുഖ പ്ലൈവുഡ് കമ്പനിയിൽ. പ്ലൈവുഡ് നമ്മളെല്ലാവരും കണ്ടിട്ടല്ലേ ഉള്ളൂ, അതെങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യണമെന്ന് കണ്ടിട്ടില്ലല്ലോ. കമോൺ. അപ്പോൾ നമ്മൾ പ്ലൈവുഡ് മാനുഫാക്ചറിൻ്റെ കേസ് പറഞ്ഞല്ലോ, അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തടിയാണ്, മരത്തിൽ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ആ തടി എങ്ങനെ പീൽ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. ഈ തടി എവിടെ നിന്നാ ഏത് ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത് നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പോൾ തടി വരുന്നത് തിരുവനന്തപുരം, പിന്നെ കട്ടപ്പന, ഇടുക്കി ഹൈ റേഞ്ച് ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതലും മരങ്ങൾ വരുന്നത്. ഈ മരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റബ്ബറാണ് കയറി വരുന്നത്. റബ്ബർ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും വെട്ടി വരും. ഈ ഹൈ റേഞ്ച് തടികൾ കൂടുതലും ജംഗിളാണ്. ഈ ജംഗിൾ തടികൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ കാണിച്ചത് ഇത് ഇപ്പോൾ കിടക്കണയൊക്കെ റബ്ബറാണ്. അപ്പോൾ ഈ റബ്ബർ അല്ലാതെ വേറെ ഏതൊക്കെ തടികളാണ്? റബ്ബർ അല്ലാണ്ട് വേറെ തടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജംഗിൾ നമ്മൾ ജംഗിൾ എന്ന് പറയും. ഈ ജംഗിളിൽ തന്നെ റെഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, പിന്നെ അത് കൂടാണ്ട് മഹാഗണി, വേമ്പ്, ഇലവ്, യൂക്കാലി, അങ്ങനെയുള്ള പല മരങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ മരങ്ങളുടെ റേറ്റും കാര്യങ്ങളും അനുസരിച്ചാണ് ഓരോ പ്ലൈവുഡിന്റെ മേക്കിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് തടി എന്താണ് ഇനി ചെയ്യാൻ പോണത്? നമ്മൾ പീലിംഗ് ഉള്ള സംഭവം. ഇനി നമുക്ക് ഈ കിടക്കുന്ന തടികളുണ്ടോ, ഈ തടികൾ എല്ലാം 4 അടി കട്ടയാക്കും, 4 അടിയായിട്ട് മുറിക്കും. നമ്മൾ ഒരു മരം 9 അടി മരം മുറിച്ച് കഴിഞ്ഞാൽ 2 സൈസാണ്, ഒന്ന് 3 അടി 4 അടി. ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് 4 അടി കട്ടയാണ്. ഈ 4 അടി കട്ടയാണ് നമ്മൾ ഇനി പീൽ ചെയ്യാൻ പോണത്. കാണിച്ചു തരാം കേട്ടോ. ഇത് നമുക്ക് തടിയെ ഒരുപാട് വലിയ ഏരിയ ഉള്ളതുകൊണ്ട് തടി അടുപ്പിക്കുന്ന പണ്ട് പണിക്കാരായിരുന്നു. പക്ഷെ അതിപ്പോൾ ഒക്കൂല, കാരണം ഇത്രയും തടി അവിടുന്ന് കൊണ്ടുവന്ന ഇടപാട് നടക്കില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ചെയ്തേക്കണം. അപ്പോൾ അവിടുന്ന് തടി കോരി എടുത്തോണ്ടെന്ന് ഇവിടെ ഇടാം. അപ്പൊ അത് വേണ്ടി കാണിക്കാണ്ട് പറയട്ടെ. ആദ്യമായിട്ട് മരം എടുത്ത് നമ്മുടെ ഇതാണ് മെഷീൻ, മുറിച്ച മരം. അതായത് ഇതാണ് മെഷീനറി. മുറിച്ച മരം ആ മെഷീനറിയിൽ കയറ്റി വെച്ചിട്ട് ആദ്യം തന്നെ അതിന്റെ തൊലി റൗണ്ട് ചെയ്ത് കളയും. അപ്പോൾ ഇതാണ് മെഷീനറി. ഈ തടി എടുത്ത് അതിനകത്ത് വെച്ചതിന് ശേഷം അതിന്റെ തോല് കളയും. ആ തോല് കളഞ്ഞ തടിയാണ് പിന്നീട് അവിടെ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് ചെയ്ത തടി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പക്ക റൗണ്ട് ആയിരിക്കും. തോലൊക്കെ കളഞ്ഞ് റൗണ്ട് ആക്കിയ തടി ചൈന മിഷനാണ്. ഇത് ചൈന മിഷനാണ്. ആ ചൈന മിഷനിലേക്കാണ് ഈ തടി എടുത്തിരുന്നത്. കണ്ടോ. അപ്പൊ നമുക്ക് അതിന്റെ പ്രോസസ്സ് കാണാം. സംഭവം ഇപ്പൊ നിങ്ങൾ കാണുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ആ തടി നമ്മൾ റൗണ്ട് ആക്കിയ തടി ചൈന മിഷനിലിട്ട് പീൽ ചെയ്യണതാണ് സംഭവം. പീൽ ചെയ്യുമ്പോൾ വരുന്ന സംഭവമാണ് ഇത് കേട്ടോ. ഇതാണ് മെയിൻ വിനിയർ. നമ്മുടെ ഈ പ്ലൈവുഡ് ഉണ്ടാക്കുന്നതിന് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ് ചെയ്യുന്ന സംഭവമാണ് വിനിയർ. കണ്ടോ. ഓക്കെ. അപ്പൊ ഇതെന്താണ് പ്രോസസ്? ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ എടുക്കുന്ന കറക്കി പറഞ്ഞ വിനിയർ ഉണ്ടല്ലോ, ആ വിനിയർ ഇവിടെ വെച്ച് ലെവൽ ചെയ്യും. ലെവൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അളവുണ്ട് ഓരോന്നിന്. 6, 9, അതായത് 21, 18, 12, 15, 16, 9 ഇങ്ങനെയാണ് ലെവൽ തന്നെ. ആ ലെവലില് ഇതാണ്ട ഷോർട്ട് കോർ എന്ന് പറയും. ഇത് നമ്മള് ഇവിടെ നിന്ന് വന്ന വിനിയർ, ആ നല്ല വിനിയർ കട്ട് ചെയ്ത് വരുമല്ലോ, ആ നല്ല വിനീർ വന്നിട്ട് അതിനകത്ത് ചെള്ളപ്പുണ്ടാവും, കച്ചറകൾ ഉണ്ടാവും. ആ കച്ചറ ഇവിടെ കട്ട് ചെയ്ത് തിരിഞ്ഞിട്ട് 6 എടുക്കും, 6, 9 തിരിഞ്ഞെടുക്കും. ബാക്കിയുള്ള ഷോർട്ട് കോറാണ്. ഈ ഷോർട്ട് കോർ തുമ്പ് കട്ട് ചെയ്തിട്ടാണ് ചെറിയ ചെറിയ പീസായിട്ട് പ്ലൈവുഡിലേക്ക് വന്നത്. അതായത് അതേ സംഭവം ഇങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ ഇതാണ്ട ഇതാണ് അടിപൊളി വിനിയർ. അതായത് പക്ക നല്ല വിനിയർ സെലക്ട് ചെയ്യണാണ്. ഈ വിനിയർ സെലക്ട് ചെയ്തിട്ട് അമ്മ എടുത്തോണ്ടോണേ, ഇതാരെ കൊണ്ടുപോണേ. ഇതിങ്ങനെ ലോഡാവും. ഇത് ഒരു ഇത്ര അട്ടിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ചുവന്നുകൊണ്ട് നേരെ ഉണക്കാൻ വേണ്ടി പോകും. ഈ ഉണക്കണ മെഷീൻ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അതിന് മുമ്പ് ഇത് കണ്ടോട്ടാ, എടുത്തോ. വിനീർ നല്ല വിനീർ കട്ട് ചെയ്തതിന് ശേഷമുള്ള ഷോർട്ട് കോറും പേസ്റ്റും ആണ്. ഇതാണ് ഷോർട്ട് കോർ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പം നമ്മൾ ഒരു മിനിറ്റ് പോയാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല വിനീർ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഷോർട്ട് കോർ എന്ന് പറഞ്ഞ സംഭവം കിട്ടും. ചെറിയ ചെറിയ പീസ്. ആ ചെറിയ ചെറിയ പീസ് 18 എന്നുള്ള അളവ് അല്ല, നമ്മൾ 18 മറന്നുപോയില്ല. അപ്പോൾ ഷോർട്ട് കോർ നമ്മൾ 1.5 ഉണ്ട്, 2.5 ഉണ്ട്. അപ്പോൾ ഇത്
രണ്ട് സൈസാണ്. ഈ അളവിൽ നമ്മൾ എന്ത് ചെയ്യും, മുറിച്ചെടുക്കും. ഇത് നമുക്ക് പ്ലൈവുഡ് മേക്കിങ്ങിന് ആവശ്യമുള്ള സാധനമാണ് കേട്ടോ. നമ്മൾ ഈ മരം കട്ട് ചെയ്ത വിനീർ ഉണക്കുന്ന പ്രോസസ്സാണ് അടുത്തത്. അതാണ് ഈ കാണുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന വിനീർ പച്ചയായിരിക്കുമല്ലോ, അത് ഇനി ഉണക്കണം. അതാണ് അടുത്ത പ്രോസസ്. Come on. ഞാൻ മൈക്കിലെടുക്കിടക്ക് നോക്കിക്കൊണ്ടിരിക്കുക, ചാടി പോയി കഴിഞ്ഞാൽ പണിയാണ്. സംഭവം നമ്മൾ നേരത്തെ കണ്ട സംഭവം ഉണ്ടല്ലോ, അത് ഉണക്കി വന്ന വിനീറാണ് കേട്ടോ. ഈ വിനീർ ഉണക്കി അവിടെ നിന്ന് ഡ്രയറിൽ നിന്ന് ഉണക്കി ബണ്ടിലാക്കിയിട്ട് ഇവിടെ വെച്ചേക്കാണ്. ഇനി ഇത് അടുത്ത സെക്ഷൻ. വാ, ഡ്രയറിൽ നിന്ന് ഉണക്കി വന്ന വിനീർ അവിടെ ബണ്ടിൽ ചെയ്ത് വെച്ചു. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ സാധനം ലെവൽ ചെയ്യും. ഈ എല്ലാത്തിനും ഒരു അളവുണ്ട്. ആ അളവിന് വേണ്ടിയിട്ട് എല്ലാ സൈഡും കണ്ടോ, അതെ നല്ല കണ്ടീഷനായിട്ട് 4 ഈ സൈഡും കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്യും. കണ്ടാ, ലെവൽ ചെയ്തിട്ട് ഇരിക്കുന്ന പീസ് ഉണ്ട്, അലുവ കഷ്ണം പോലെ. ഓ കൊതിയാണ്. വാ ഷെഫീഖ, ഇതാണ് ഉണക്കി വിനീർ. അതെ, ഈ വിനീർ ഗ്ലൂ മെഷീനറി, ഗ്ലൂ എന്നാണ് ഈ മെഷീനറിയുടെ പേര്. ഗ്ലൂ മെഷീൻ. അതിനകത്ത് കയറ്റി അപ്പുറത്തെ സെക്ഷനിലേക്ക് വിടുന്ന പ്രോസസ്സിംഗ് ആണ് അടുത്തത്. അതായത് ഇത് പശ മുക്കി അങ്ങോട്ട് വിടും. വാ അങ്ങോട്ട് വാ. ഇതാണ് പശ മുക്കി വരുന്ന. അപ്പൊ അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എടുത്തിട്ടാണ് ഇനി നമ്മുടെ പ്ലൈവുഡ് മേക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അതിന് മുമ്പ് ഫേസ് വിനീറിന്റെ ഒരു കാര്യം. ഇത് പറ. ഈ കാണുന്ന സംഭവം ഈ കാണുന്ന സംഭവമാണ് ഫേസ് വിനീർ. അതായത് അതിന്റെ താഴെയും മുകളിലും ഒക്കെ ആയിട്ട് നമ്മൾ ഇത് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് പ്രസ് ചെയ്യുന്നത്. ആ പ്രസ് ചെയ്യുന്ന പ്രോസസ്സിലേക്കാണ് നമ്മൾ അടുത്തത് കടക്കാൻ പോകുന്നത്. അതാണ് പ്രസ് ചെയ്യുന്ന മെഷീനറി. ഓക്കെ, ഇപ്പൊ സംഭവം എന്താണെന്ന് മനസ്സിലായോ അല്ലേ? ഈ സംഭവം നേരത്തെ അസംകുട്ടി പറഞ്ഞ പോലെ ഫേസ് വിനീർ വെച്ചു. എന്നിട്ട് അതിന്റെ മുകളിൽ അവിടുന്ന് പശ തേച്ച് വന്ന വിനീർ ഇങ്ങനെ വെക്കാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു പ്ലൈവുഡിന് എത്ര തിക്നെസ് വേണമെന്നുണ്ട്, ആ തിക്നെസ്സിനനുസരിച്ചുള്ള വിനീറാണ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്. ആദ്യം പശ ഉള്ളത് വെക്കും, പിന്നെ പശ ഇല്ലാത്ത വെക്കും, പിന്നെ വീണ്ടും പശ ഉള്ളത് വെക്കും, പിന്നെ ഫേസ് വിനീർ വെക്കില്ലേ? ഫേസ് വിനീർ ലാസ്റ്റ്. ഏറ്റവും ആദ്യം ഫേസ് വിനീർ വെച്ചു, അതിനുശേഷം പശ ഉള്ളത് വെക്കും, പശ ഇല്ലാത്ത വെക്കും, പിന്നെ നമ്മളെ കണ്ട ഷോർട്ട് കോർ വെക്കും. അതിനുശേഷമാണ് വീണ്ടും ഫേസ് വിനീറിന്റെ മുകളിലേക്ക് വെക്കണേ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിങ്ങനെ തട്ടായി. അതെ, അത് കാണിച്ചോളൂ. നേരത്തെ അവിടെ പറഞ്ഞ പ്ലൈവുഡ് നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്, പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വച്ചേക്കുന്ന ലാസ്റ്റ് അലൂമിനിയം ഷീറ്റ് ഉൾപ്പെടെ മുകളിൽ വച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന്റെ പ്രോസസ്സിംഗ് കാണിച്ചു തരാം. കമാ, നമ്മളിവിടെ സെറ്റ് ചെയ്ത സാധനം അലൂമിനിയം ഷീറ്റ് മുകളിൽ വെച്ച് സെറ്റ് ചെയ്തതിനു ശേഷം ഇതാണ് പ്രസ്. ഇത് ഫുള്ള് ഭയങ്കര പവറിലാണ് നിൽക്കുന്നത്, ഹീറ്റ് അടിച്ച് കയറ്റാനുള്ളതാണ്. അപ്പൊ ഇതിനകത്തേക്ക് ഓരോ അലൂമിനിയം ഷീറ്റിൽ വെച്ചേക്കുന്ന പ്ലൈവുഡിന്റെ സാധനം ഇതിന്റെ ഉള്ളിലായിട്ട് അടുക്കി വെച്ചിട്ട് ഈ സാധനം പ്രസ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി ഇത് ഹീറ്റ് അടിച്ചിട്ടാണ് ഇപ്പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഇത് ഇനി ലാസ്റ്റ് പ്രോസസ് ആണ്. ലാസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്ലൈവുഡിന്റെ ഏകദേശം അറ്റപറ്റിയായി. ഓക്കെ, അപ്പൊ 20 മിനിറ്റ് പ്രസ് ചെയ്ത് ചൂടാക്കി എടുത്തതിന് ശേഷം ആണ് ഈ സംഭവം കട്ടിങ്ങിലേക്ക് വരുന്നത്. ഓക്കെ, നല്ല ചൂടാണ് സാധനം, നല്ല ചൂടാണ്. ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് കേട്ടോ. അത്രയും പ്രഷർ കൊടുത്തിട്ടാണ് ഹീറ്റ് ചെയ്തെടുക്കണത്. ഇതെങ്ങനെ സെപ്പറേറ്റഡ് ആക്കും. അതിനുശേഷമാണ് കട്ടിങ്ങിലേക്ക് കിടക്കുന്നത്. അല്ല ഷെഫീഖ, സംഭവം അക്രമങ്ങൾ എവിടെയായി? ഓ, നല്ല ചൂടുണ്ട് ഗൈസ്, നല്ല ചൂടുണ്ട്. ഇതിന്റെ മുകളിൽ കയറി കേട്ടാ പൊരിച്ചു കിട്ടും. ഇന്നത്തെ സാധനം അത് ലെവൽ ചെയ്യാണ്. രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കാൻ പോണ കേട്ടാ. കണ്ട, പ്ലൈവുഡിന്റെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തു. അപ്പൊ ഇതെന്താണ് ഇപ്പൊ അസുകുട്ടി? ഇതിപ്പോ നിലവിൽ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് വന്നില്ലേ? കട്ട് ചെയ്ത് വന്ന് 4 സൈഡും കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്തിട്ട് ഇത് ഫുള്ള് ഇപ്പൊ നിലവിൽ ഇത് ഫിനിഷ് ചെയ്ത് വെച്ചേക്കാണ്. നേരത്തെ നമ്മൾ ആ ഫിനിഷ് ചെയ്യുന്ന ടീം അവിടെ ഇന്നില്ല. അപ്പൊ നിലവിൽ അതുകൊണ്ട് ഈ ബോർഡ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഫുൾ പുട്ടിയിടും. സൈഡൊക്കെ ക്ലിയർ ചെയ്ത് നല്ല സാധനങ്ങളൊക്കെ തെരഞ്ഞെടുത്തിട്ട് ഈ പ്ലൈവുഡ് കണ്ടോ ഈ സെറ്റപ്പിലായിട്ട് ആക്കിയേക്കാണ്. വിട്ട് കണ്ടോ ഈ ലെവലിൽ പ്ലൈവുഡ് ആയി മാറി. ഇനി ഇത് ലോഡ് കയറ്റാൻ വേണ്ടി സീൽ അടിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് വരാൻ പോണത്. അത് നമുക്ക് കാണാം. ഇതുകൊണ്ട് വലിച്ചെടുത്താ ഹോയ് 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 ഹോയ്. സംഭവം
പ്ലൈവുഡ് സെറ്റ് ആക്കിയിട്ട് ലോഡ് കയറ്റാൻ വേണ്ടി പുറത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഇവിടുന്ന് മാറ്റി സെക്ഷൻ തിരിക്കും. അസംകുട്ടി, അപ്പൊ നമ്മൾ ഈ കണ്ട പ്രോസസ് മാനുഫാക്ചറിങ് വിനിയറിന്റെ പ്ലൈവുഡിന്റെ നിറച്ച് പണത് സെറ്റ് ചെയ്ത് വെച്ചേക്കണായിട്ട് കാണണേ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് കയറി പോകണമെന്ന് പറയാമോ? ഇതിപ്പോ ദുനിയാവിന്റെ അറ്റം വരെ ഇപ്പൊ നമ്മുടെ പ്ലൈവുഡ് ഇവിടുന്ന് കയറിപ്പോണ്ട്. എന്നാലും ജപ്പാൻ, കൊറിയ, ഫ്രാൻസ്, ഇറ്റലി, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, തമിഴ്നാട്, കേരളത്തിലേക്ക് ഇല്ല, കേരളത്തിൽ നിന്നാണ് കയറ്റി വിടുന്നത്. അങ്ങനെ നമ്മളിപ്പോ കണ്ട് മാനുഫാക്ചറിങ് കണ്ട് ആ പ്ലൈവുഡ് ഉണ്ടാക്കിയതൊക്കെ നമ്മൾ കണ്ടല്ലോ. ആ പ്ലൈവുഡ് ഫുൾ ലോഡായിട്ട് ഗുജറാത്തിലേക്ക് പോകാൻ പോണേ കണ്ടത്. അപ്പൊ നമുക്ക് ഇനി ഗുജറാത്തിൽ അൺലോഡിങ് കാണിച്ചു തരാം. സൈനിങ് ഓഫ്. പ്ലൈവുഡ്